നിങ്ങളിപ്പോൾ കേൾക്കാൻ പോകുന്നത് വെറുമൊരു കഥയല്ല. 1400 വർഷങ്ങൾക്ക് മുൻപ് മണൽക്കാറ്റിൽ മണ്ണ് മൂടിപ്പോയ ചോരയുടെയും കണ്ണീരിന്റെയും ചരിത്രമാണ്. കരുണ മരവിച്ചുപോയ പിതാക്കന്മാരുടെ വാളുവൽക്ക് നാവുള്ള പോരാളികളുടെ പെൺകുഞ്ഞുങ്ങളുടെ വിലാപമേറ്റുവാങ്ങിയ മണൽക്കുന്നുകളുടെ കഥ. അറേബ്യ വെറുമൊരു മണലാരണ്യമല്ല, അത് പോരാളികളുടെ ഈറ്റില്ലമാണ്. നോക്കൂ, അതാ ദൂരെ പൊടിപടലമുയരുന്നു. അത് അന്തറ ബിൻ ഷദ്ദാദ് എന്ന കറുത്ത കരുത്തന്റെ പടയോട്ടമാണ്. അടിമയായി ജനിച്ചിട്ടും തന്റെ വാളുകൊണ്ടും കവിത കൊണ്ടും അറേബ്യയെ വിറപ്പിച്ച വീരൻ. ഒരു ഒട്ടകത്തിന്റെ പേരിൽ തുടങ്ങിയ 40 വർഷത്തെ പക, തലമുറകൾ ഒടുങ്ങിയിട്ടും തീരാത്ത ചോരപ്പുഴ. അറേബ്യ ഒരു അഗ്നിപർവ്വതത്തിന് മുകളിലായിരുന്നു അന്ന്. ആ ഇരുട്ടിൽ നിന്ന് ലോകത്തെ മുഴുവൻ പ്രകാശത്തിലേക്ക് നയിച്ച ആ മഹാവിപ്ലവം എവിടെ നിന്നാണ് തുടങ്ങിയത്? അറേബ്യയുടെ ആ ചോര ഉറയുന്ന രാത്രികളിലേക്ക് നമുക്ക് ഒന്നിച്ചിറങ്ങിച്ചെല്ലാം. നൂർ ബിയോണ്ട് അവതരിപ്പിക്കുന്നു മണലാരണ്യത്തിലെ രക്തനക്ഷത്രങ്ങൾ. നിങ്ങളിപ്പോൾ നിൽക്കുന്നത് കാലത്തിന്റെ ഒരു വിള്ളലിലാണ്. കണ്ണടച്ച് ആഞ്ഞു ശ്വസിക്കൂ. ശ്വാസകോശത്തിലേക്ക് ഇരച്ചു കയറുന്നത് കത്തുന്ന മണലിന്റെയും ഉണങ്ങിയ ഈന്തപ്പഴങ്ങളുടെയും ഒപ്പം എവിടെയോ ചിന്തപ്പെട്ട പച്ച രക്തത്തിന്റെയും ഗന്ധമാണ്. AD 7-ാം നൂറ്റാണ്ടിന്റെ തുടക്കം. ജബലന്നൂറിന്റെ ഉച്ചിയിലെ ആ ചെറിയ ഗുഹയിലേക്ക് നോക്കൂ. അവിടെ ഹിറ ഗുഹയുടെ ഏകാന്തതയിൽ ഒരാളിരിക്കുന്നു. പ്രപഞ്ചത്തിന്റെ രഹസ്യങ്ങൾ തേടുന്ന ആ കണ്ണുകളിൽ സങ്കടമുണ്ട്. ലോകത്തെ മാറ്റാൻ പോകുന്ന ഒരു വിപ്ലവത്തിന് തൊട്ടു മുൻപുള്ള നിശബ്ദതയാണത്. ആരാണയാൾ? എന്തുകൊണ്ടാണ് അദ്ദേഹം അവിടെ ഇരിക്കുന്നത്? ഈ ലോകം അദ്ദേഹത്തെ അത്രമേൽ വേദനിപ്പിച്ചത് എന്തുകൊണ്ടാണ്? ആ വേദനയുടെ കാരണം അറിയണമെങ്കിൽ നമുക്ക് ഈ മണൽക്കുന്നുകൾക്ക് പിന്നിലേക്ക്, നൂറ്റാണ്ടുകൾ പിന്നിലേക്ക് ഒരു പടയോട്ടം നടത്തണം. അവിടെയാണ് പ്രവാചകന് മുൻപുള്ള അറേബ്യയുടെ ചോരയുറയുന്ന കഥ തുടങ്ങുന്നത്. കാലത്തിന്റെ തിരശ്ശീല നീങ്ങുന്നു. നിങ്ങൾ ഓടുകയാണ്. പിന്നിൽ കൂർത്ത കുന്തങ്ങളുമായി ഒരു കൂട്ടം അശ്വാരൂഢർ. മണൽക്കാറ്റ് നിങ്ങളുടെ കാഴ്ചയെ മറയ്ക്കുന്നു. ഇത് AD 6-ാം നൂറ്റാണ്ടിലെ അറേബ്യയാണ്. ഇവിടെ നിയമങ്ങളില്ല, കരുണയില്ല. കരുത്തൻ അതിജീവിക്കുന്ന, ദുർബലൻ മണ്ണടിയുന്ന ക്രൂരമായ ലോകം. നിങ്ങളിപ്പോൾ കേൾക്കാൻ പോകുന്നത് കേവലം ഒരു ചരിത്രമല്ല, മണൽത്തരികൾക്കിടയിൽ ഒളിപ്പിച്ചു വെച്ച ചോരയുടെയും പടയോട്ടങ്ങളുടെയും ഇതിഹാസമാണ്. 1500 വർഷങ്ങൾക്ക് പിന്നിലേക്ക് നമുക്ക് സഞ്ചരിക്കാം. അവിടെ മരുഭൂമിയിലെ ചെന്നായ്ക്കളെപ്പോലെ മനുഷ്യർ പരസ്പരം വേട്ടയാടുന്നു. ഗോത്രമഹിമയ്ക്ക് വേണ്ടി സ്വന്തം മക്കളെപ്പോലും കുഴിച്ചു മൂടുന്ന ഇരുണ്ട കാലം. നോക്കൂ, ആ ദൂരെയുള്ള കുന്നൻ ചെരുവിൽ ഒരു പിതാവ് നിൽക്കുന്നു. കരിങ്കല്ല് കുത്തിയെടുത്തതുപോലൊരു മുഖം. അയാളുടെ കയ്യിൽ ഒരു ചെറിയ കുഞ്ഞുണ്ട്. പൂ പോലെയുള്ള കൈകൾ ആ പിതാവിന്റെ താടിയിൽ തലോടുന്നു. അവൾ ചിരിക്കുകയാണ്. സ്വന്തം അന്തകനെ നോക്കി ഒരു മമാലാഖയുടെ ചിരി. പക്ഷേ ആ പിതാവിന്റെ കാതുകളിൽ മുഴങ്ങുന്നത് ഗോത്രത്തലവന്റെ ആക്രോശമാണ്. പെൺകുഞ്ഞുങ്ങൾ അപമാനമാണ്, അവരെ മണ്ണിൽ മൂടുക. അയാൾ കുറിയെടുക്കാൻ തുടങ്ങുന്നു. തെറിച്ചു വീഴുന്ന മണൽത്തരികൾ ആ പിതാവിന്റെ വസ്ത്രത്തിൽ പറ്റിപ്പിടിക്കുമ്പോൾ ആ കുഞ്ഞ് തന്റെ കുരുന്നു കൈകൾ കൊണ്ട് അത് തുടച്ചു മാറ്റുന്നു. വിധി എത്ര ക്രൂരമാണ്! ഒടുവിൽ നിലവിളിക്കാൻ പോലും അറിയാത്ത ആ പൈതലിനെ അയാൾ ആ കുഴിയിലേക്ക് വയ്ക്കുന്നു. ആദ്യത്തെ പിടിമണ്ണ് അവളുടെ മുഖത്തേക്ക് വീഴുമ്പോൾ ആ കുഞ്ഞ് ഒന്ന് പിടഞ്ഞു. ആകാശത്തേക്ക് നോക്കി അവൾ അവസാനമായി ചോദിച്ചിരിക്കണം, എൻ്റെ പിതാവേ, ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? ആ മണൽക്കാടിന്റെ വിജനതയിൽ ആ കുഞ്ഞിന്റെ ശ്വാസം നിലച്ചു. അറേബ്യയുടെ മണൽത്തരികൾക്ക് താഴെ ഇങ്ങനെയുള്ള എത്രയോ സ്വപ്നങ്ങൾ അന്ന് അഴുകിത്തീർന്നിട്ടുണ്ട്. മകൾ ജനിച്ചു എന്ന വാർത്ത കേൾക്കുമ്പോൾ പിതാവിന്റെ മുഖം കറുത്തിരുണ്ടിരുന്ന, കരുണ വറ്റിപ്പോയ ആ കറുത്ത കാലം. നീതി മരിച്ചുപോയ, കരുണ വറ്റിപ്പോയ ഒരു കാലഘട്ടം. മദ്യമൊഴുകുന്ന സദസ്സുകൾ, ചൂതാട്ടത്തിൽ സ്വന്തം കുടുംബത്തെ പോലും പണയം വെക്കുന്ന പുരുഷന്മാർ. അറേബ്യ ഒരു വലിയ അഗ്നിപർവ്വതമായിരുന്നു. അതാ നോക്കൂ, ദാഹിസ് ഗബ്ര യുദ്ധം. വെറുമൊരു കുതിരപ്പന്തയത്തിന്റെ പേരിൽ 40 വർഷം നീണ്ടുനിന്ന കൂട്ടക്കൊല. സഹോദരൻ സഹോദരന്റെ കഴുത്തറുക്കുന്നു. അറേബ്യൻ മരുഭൂമിയിലെ മണലിന് ചുവപ്പ് നിറം പടരുന്നു. ഓരോ ഗോത്രത്തലവനും താനാണ് വലിയവനെന്ന് പ്രഖ്യാപിക്കുന്നു. പക്ഷേ ഇതേ മണ്ണിൽ തന്നെ മറ്റൊരു അഗ്നിജ്വാല ഉദിച്ചുയരുന്നുണ്ടായിരുന്നു. അന്തറ ബിൻ ഷദ്ദാദ്. രാത്രിയുടെ കറുപ്പിനേക്കാൾ ഇരുണ്ട നിറമുള്ളവൻ. അടിമയായി ജനിച്ചവൻ, പക്ഷേ പോരാളിയായി ജീവിച്ചവൻ. അതാ നോക്കൂ,
യുദ്ധക്കളം ഒരു കടൽ പോലെ ഇരമ്പുകയാണ്. ആയിരക്കണക്കിന് വാളുകൾ സൂര്യപ്രകാശത്തിൽ തിളങ്ങുന്നു. ആ പടക്കൂട്ടത്തിന് നടുവിലേക്ക് അന്തര തൻ്റെ കുതിരയെ പായിക്കുന്നു. മിന്നൽ പുനർ പോലെയാണ് അയാളുടെ വാൾ ചലിക്കുന്നത്. ശത്രുക്കളുടെ തലകൾ മണലിൽ വീഴുമ്പോൾ അയാൾ ഗർജിക്കുകയാണ്. എൻ്റെ വവാളുകൾക്ക് ദാഹിക്കുന്നത് നിങ്ങളുടെ ചോരയ്ക്കാണ്. മുറിവേറ്റ തൻ്റെ കുതിരയുടെ കഴുത്തിൽ തലോടിക്കൊണ്ട് അയാൾ പാടുന്നു. യുദ്ധക്കളത്തിൽ ചോരയൊഴുക്കുമ്പോഴും അയാൾ തൻ്റെ കാമുകിയായ അബ്ലയെ ഓർക്കുന്നു. അബ്ലേ, ശത്രുക്കളുടെ കുന്തങ്ങൾ എൻ്റെ നെഞ്ചിലേക്ക് നീളുമ്പോൾ ഞാൻ നിന്നെ ഓർക്കുന്നു. കാരണം നിന്റെ പുഞ്ചിരി പോലെയാണ് ആ കുന്തമുനകൾ പ്രകാശിക്കുന്നത്. മരണത്തിൻ്റെ മണമുള്ള ആ മണൽക്കാറ്റിൽ അന്തര ഒരു കവിതയായി പെയ്തിറങ്ങുന്നു. ഒരു കൈയിൽ ചോര പുരണ്ട വാളും മറുകൈയിൽ പ്രണയം തുടിക്കുന്ന വരികളുമായി അയാൾ അറേബ്യൻ വീര്യത്തിൻ്റെ പ്രതീകമായി മാറി. അടിമത്തത്തിൻ്റെ ചങ്ങലകൾ തകർത്തെറിഞ്ഞ ആ കറുത്ത സിംഹം മരുഭൂമിയിലെ പോരാളികൾക്ക് ആവേശമായിരുന്നു. മക്കയിലെ കഅബയുടെ ചുവരുകളിൽ തൂക്കിയിട്ട കവിതകൾ വെറുമൊരു സാഹിത്യമല്ല, അത് ആ കാലഘട്ടത്തിൻ്റെ വീര്യവും പകയുമാണ്. നമുക്ക് മക്കയിലേക്ക് കടക്കാം. അറേബ്യയുടെ ഹൃദയമിടിപ്പ്, ഖുറൈശികളുടെ ആധിപത്യം. കഅബയ്ക്ക് ചുറ്റും 360 വിഗ്രഹങ്ങൾ. ലാത്തും ഉസ്സയും മനാത്തും. പുരാതന ദൈവങ്ങളുടെ നിഴലിൽ പലിശക്കാരും കച്ചവടക്കാരും അഴിഞ്ഞാടുന്നു. വേനൽക്കാലത്ത് സിറിയയിലേക്കും മഞ്ഞുകാലത്ത് യമനിലേക്കും നീളുന്ന കച്ചവട സംഘങ്ങൾ. സ്വർണവും സുഗന്ധദ്രവ്യങ്ങളും കുമിഞ്ഞുകൂടുന്നു. പക്ഷേ ആ പണക്കൊഴുപ്പിന് താഴെ അടിമകളുടെ വിലാപമുണ്ട്. പെൺകുഞ്ഞുങ്ങളെ ജീവനോടെ മണ്ണിൽ മൂടുന്ന പിതാക്കന്മാരുടെ കരിങ്കൽ ഹൃദയങ്ങളുണ്ട്. പക്ഷേ ആ ഇരുട്ടിലും ഒരു വെളിച്ചം വരാനിരിക്കുന്നു. ഹിറാ ഗുഹയിലെ ഏകാന്തതയിൽ ഒരാൾ ചിന്തിക്കുകയാണ്. ഈ ലോകം ഇങ്ങനെയാകാൻ പാടില്ലെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നു. മാറ്റത്തിൻ്റെ കാറ്റ് വീശാൻ തുടങ്ങുന്നു. അറേബ്യയിലെ ഗോത്രമര്യാദകളെയും വിവേചനങ്ങളെയും തകർത്തെറിയാൻ പോകുന്ന വിപ്ലവത്തിൻ്റെ തുടക്കം. അടിച്ചമർത്തപ്പെട്ടവർക്ക് വേണ്ടിയുള്ള ശബ്ദം. ആ ശബ്ദം ലോകത്തെ എങ്ങനെ മാറ്റിമറിച്ചു? പേർഷ്യൻ റോമൻ സാമ്രാജ്യങ്ങളെ വിറപ്പിച്ച ആ ശക്തി എങ്ങനെ വളർന്നു? വരാനിരിക്കുന്നത് ഇതിലും വലിയ പോരാട്ടങ്ങളാണ്. അറേബ്യയുടെ അതിർത്തികളിൽ 2 കൂറ്റൻ സാമ്രാജ്യങ്ങൾ വിശപ്പടക്കാനാവാത്ത ചെന്നായ്ക്കളെപ്പോലെ കാത്തിരിപ്പുണ്ടായിരുന്നു. വടക്ക് റോമൻ സാമ്രാജ്യത്തിന്റെ കരുത്തും കിഴക്ക് പേർഷ്യൻ സസാനീഡ് സാമ്രാജ്യത്തിന്റെ പ്രതാപവും. അവർ അറേബ്യയെ പുച്ഛത്തോടെയാണ് കണ്ടിരുന്നത്. സംസ്കാരമില്ലാത്ത മണൽവാസികൾ എന്ന് അവർ വിളിച്ചു. പക്ഷേ ആ സാമ്രാജ്യങ്ങൾ അറിഞ്ഞില്ല, ഈ കത്തുന്ന മണൽത്തരികൾക്കിടയിൽ നിന്ന് തങ്ങളുടെ സിംഹാസനങ്ങൾ തകർക്കാൻ പോകുന്ന ഒരു കൊടുങ്കാറ്റ് രൂപപ്പെടുന്നുണ്ടെന്ന്. കച്ചവടത്തിനായി പോകുന്ന ഖുറൈശികൾ ആ ആഡംബരങ്ങൾ കണ്ട് അമ്പരന്നു. പക്ഷേ സ്വന്തം മണ്ണിൽ അവർ സ്വതന്ത്രരായിരുന്നു. ആ സ്വാതന്ത്ര്യദാഹമാണ് പിന്നീട് ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ സൈനിക മുന്നേറ്റങ്ങൾക്ക് ഇന്ധനമായത്. കാലം AD 570 എത്തി നിൽക്കുന്നു. മക്കയുടെ ആകാശം പെട്ടെന്ന് കറുത്തു. അത് മഴമേഘങ്ങളല്ലായിരുന്നു. അത് യമനിൽ നിന്ന് വന്ന അബ്രഹത്തിന്റെ ആനപ്പട ഉയർത്തിയ പൊടിപടലമായിരുന്നു. കാബയെ തകർക്കാൻ വന്ന ആ ഭീമൻ സൈന്യത്തിന് മുന്നിൽ അറബികൾ നിസ്സഹായരായി. അറേബ്യൻ മണ്ണിൽ ആനകൾ ആദ്യമായി കാലുകുത്തിയ ദിവസം. മക്ക ഭയന്നു വിറച്ചു. പക്ഷേ ചരിത്രം അന്നൊരു അത്ഭുതം കണ്ടു. ആകാശത്തു നിന്ന് അബാബീൽ പക്ഷികൾ കനൽക്കട്ടകളുമായി ഇറങ്ങി വന്നു. ലോകത്തെ ഏറ്റവും വലിയ ആനപ്പടയെ മണലിൽ ചവച്ചു തുപ്പിയ വൈക്കോൽ പോലെയാക്കി മാറ്റി. ആ അത്ഭുത വർഷം മക്കയിലെ ഒരു ചെറിയ വീട്ടിൽ കരിപുരണ്ട മണ്ണിലേക്കാണ് ഒരു കുഞ്ഞ് ജനിക്കുന്നത്. ജാഹിലിയത്തിന്റെ ഇരുട്ട് നീങ്ങാൻ പോകുന്നു. ഇനി വരാനിരിക്കുന്നത് യുദ്ധങ്ങളല്ല, വിപ്ലവമാണ്. വാളുകളല്ല, വാക്കുകളാണ് ചരിത്രം കുറിക്കാൻ പോകുന്നത്. ആ ജനനം വെറുമൊരു ജനനമായിരുന്നില്ല. മരുഭൂമിയിലെ കത്തുന്ന ചൂടിലേക്ക് പെയ്തിറങ്ങിയ ആദ്യത്തെ മഴത്തുള്ളിയായിരുന്നു അത്. ലോകത്തിന്റെ വിധി മാറ്റാൻ പോകുന്ന കുഞ്ഞ്, അബ്ദുള്ളയുടെ മകൻ, ആമിനയുടെ കൺമണി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. أشرق البدر علينا فاختفت منه البدور مثل حسنك ما رأينا يا رسول الله. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വരവോടെ അറേബ്യ മാറുകയാണ്, ലോകം മാറുകയാണ്. ആ കുഞ്ഞ് വളർന്നു, അറേബ്യയുടെ ചോരയും കണ്ണീരും കണ്ടുകൊണ്ട്. അൽ അമീൻ എന്ന ശത്രുക്കൾ പോലും വിളിക്കുന്ന സത്യസന്ധനായി അദ്ദേഹം മാറി. തൻ്റെ സമൂഹത്തിൻ്റെ ഈ അധപ്പതനം കണ്ട് അദ്ദേഹം വേദനിച്ചു. ആ വേദനയാണ് അദ്ദേഹത്തെ ഹിറാ ഗുഹയുടെ നിശബ്ദതയിലേക്ക് നയിച്ചത്.
ഇപ്പോൾ നമ്മൾ വീണ്ടും ആ ഗുഹയുടെ മുൻപിൽ എത്തി നിൽക്കുന്നു. 40 വർഷത്തെ കാത്തിരിപ്പ് അവസാനിക്കുകയാണ്. ആകാശം ഭൂമിയോട് സംസാരിക്കാൻ പോകുന്നു. ഇഖ്റ എന്ന ആദ്യത്തെ കൽപ്പന വരാനിരിക്കുന്നു. അറേബ്യയുടെ ചരിത്രം ഇവിടെ അവസാനിക്കുകയല്ല. ഇവിടെ നിന്ന് പുതിയൊരു പ്രകാശമായി ലോകം മുഴുവൻ പടരാൻ തുടങ്ങുകയാണ്. പക്ഷേ ഈ പ്രകാശത്തിന് മുന്നിൽ തടസ്സങ്ങൾ ഏറെയായിരുന്നു. സ്വന്തം ഗോത്രത്തിൽ നിന്നും പ്രിയപ്പെട്ടവരിൽ നിന്നും നേരിടേണ്ടി വന്ന ക്രൂരമായ പീഡനങ്ങൾ, ആ വെളിച്ചത്തെ ഊതിക്കെടുത്താൻ ശത്രുക്കൾ ഒരുക്കിയ ചതിക്കുഴികൾ. ആ പോരാട്ടത്തിന്റെ കഥ തുടങ്ങുന്നതേയുള്ളൂ. മാറ്റത്തിന്റെ കൊടുങ്കാറ്റ് അറേബ്യയെ എങ്ങനെ മാറ്റിമറിച്ചു? അടുത്ത എപ്പിസോഡിൽ